മാറ്റാമെന്ന് പറഞ്ഞു. ശക്താത്മാർ കൂട്ടം കൂട്ടമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രഗത്ഭരായ അവരുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ അഡ്മിനായി പ്രവർത്തിച്ചിരുന്ന ARCKP പോലുള്ള പ്രഗത്ഭരായ ഗൾഫ് നേതാക്കന്മാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഞാനൊരു സുന്നിയാണ്, അതോടൊപ്പം സുന്നി ഗ്ലോബൽ എന്റെ തറവാടുമാണ്. ഈ APEK എന്നുള്ള രീതിയിൽ സാധാരണക്കാർ ഇപ്പൊ ജില്ലാമാക്കി നമ്മുടെ ഷറഫുദ്ദീൻ പെരുഞ്ഞാൽ അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ ഉസ്താദുമാരൊക്കെ വളരെ നല്ല രീതിയിൽ വളരെ ശ്രദ്ധിച്ച് അങ്ങനെയാണ് നമ്മുടെ ഉലമാക്കളും പഠിപ്പിച്ചത്. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ കഴിച്ച് ഞാൻ ചോദിച്ചൊരൊറ്റ ചോദ്യം, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇവർ കിടക്കുന്നുണ്ട്, ഇങ്ങനൊരു ഇതായിട്ട് നമ്മുടെ സുന്നികൾ തന്നെ വഹാബികൾക്ക് ഏഴി വെച്ച് കൊടുക്കുന്ന രീതിയിൽ കട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് നിങ്ങളോട് സംസം വെള്ളം ആവശ്യപ്പെട്ടു. നിങ്ങൾ എനിക്ക് സംസം വെള്ളത്തിന് പകരം കിണറ്റിലെ വെള്ളം തന്നാൽ ആ വെള്ളം ഞാൻ സംസം വെള്ളമാണെന്ന് കരുതി കുടിച്ചാൽ എനിക്കതിന്റെ പ്രതിഫലം കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സംസം വെള്ളം കുടിച്ചതിന്റെ പ്രതിഫലം തന്നെ കിട്ടുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ലോകോത്തരത്തിൽ അറിയപ്പെട്ട പണ്ഡിതൻ AP ഉസ്താദ് അദ്ദേഹം ഈ ഷഹ്റ മുബാറക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്ന ആ വെള്ളം കൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം മർക്കസിലേക്ക് നാട്ടിൽ പോയാൽ തീർച്ചയായിട്ടും മർക്കസിലേക്ക് പോവുകയും ആ ഷഹ്റ മുബാറക്ക് ഇട്ട വെള്ളം കുടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ വെള്ളം ഞാൻ കുടിച്ചാൽ എനിക്കതിന് പ്രതിഫലം കിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം അത് കിട്ടുമെന്നും പറഞ്ഞിരുന്നു. അപ്പോ സമ്പത്തിന് മാറ്റാമെന്ന് പറഞ്ഞു. ശക്താത്മാർ കൂട്ടം കൂട്ടമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രഗത്ഭരായ അവരുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ അഡ്മിനായി പ്രവർത്തിച്ചിരുന്ന ARCKP പോലുള്ള പ്രഗത്ഭരായ ഗൾഫ് നേതാക്കന്മാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഞാനൊരു സുന്നിയാണ്, അതോടൊപ്പം സുന്നി ഗ്ലോബൽ എന്റെ തറവാടുമാണ്. ഈ പത്ത് ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഈ AP വിഭാഗത്തിന്റെ ഗൾഫിലെ എന്താറിഞ്ഞ് പ്രമുഖനായ നേതാവാണെന്ന് കേട്ടില്ലേ? ഇതാണ് ഈ രൂപത്തിലാണ് ഇവരുടെ പ്രചരണം. ഇതിപ്പോ നമുക്കിപ്പോ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കല്ലേ ഇപ്പൊ ഇതിന്റെ ഇത് കേൾക്കുന്ന ആളുകൾക്കല്ലേ ഇപ്പൊ അറിയാൻ പറ്റുള്ളൂ. അതെ അതുണ്ട് മുപ്പരുടെ അതൊന്നും ഇപ്പൊ നമ്മളൊരു കുറ്റമായിട്ട് പറയണ്ട. ഒരു സാധാരണക്കാരനാണ്, ഒരു വിവരമില്ലാത്ത ആളാണ് ARCKP എന്ന് പറയുന്ന ആള്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹം ഷഹ്റ മുബാറക്ക് എന്നാ പറയുന്ന ഒരാൾ അടിക്കുന്നത്. അതെ, ഷഹർ നായന് ഉച്ചരിക്കാൻ പോലും അറിയില്ല. അതൊക്കെ ശരി തന്നെയാണ്. ഇപ്പൊ പിന്നെ നമ്മൾ കുറ്റം പറയണ്ട. അദ്ദേഹം തന്നെ പറയാറുണ്ട്. അദ്ദേഹം പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോ പറയാറുണ്ട്, നേരിട്ടും പറയാറുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും മറ്റൊക്കെയാണ് അദ്ദേഹം വായിക്കാറുള്ളത്. അതിൽ നിന്നാണ് രേഖകൾ ഉദ്ധരിക്കാറൊക്കെ ഉള്ളത്. പക്ഷേ അദ്ദേഹം ഒരിക്കലും AP വിഭാഗത്തിന്റെ ആളായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ ഈ റൂമിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്കൊക്കെ അറിയുന്നതുമാണത്. ഇവിടെ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാറില്ല. പിന്നെ സംഘടനാപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളൊക്കെ ഒറ്റക്കെട്ടായിട്ട് പുത്തനാശയക്കാരെ നേരിടുക എന്ന നിലപാടായി ആണ് ഈ റൂമിൽ പ്രവർത്തകർ സ്വീകരിച്ചിരുന്നത്. അപ്പൊ അതിനോട് സഹകരിക്കുകയും പിന്നെ മാത്രമല്ല ഇപ്പൊ പിന്നെ വിശുദ്ധ കേശത്തെക്കുറിച്ചും അത് ഇട്ട വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചൊക്കെ ഈ കക്ഷി തന്നെ സ്വന്തം നാവുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ എന്താണെങ്കിലും ഇദ്ദേഹം ഒരാളുടെയും നേതാവൊന്നുമല്ല, ഗൾഫിലെ ഒരാളുടെയും നേതാവല്ല. ഇതിൽ അഡ്മിനായിരുന്നു കുറച്ചു നാള്, അത് ശരിയാണ്. എന്നതൊഴിച്ചാൽ ബാക്കി പറഞ്ഞത് കളവാണ്. ഇങ്ങനെയാണ് അമ്പലക്കടവ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രചരണത്തിന്റെ സ്വഭാവം, സംസാരത്തിന്റെ രീതി. ഒരിക്കൽ പറഞ്ഞ് എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാൻ തമാശ അറിഞ്ഞാണെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ എന്നിട്ട് മാറ്റി പറയും. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ അതേ സ്വഭാവം. ചാരിയാൽ ചാരിയത് മണക്കുന്നല്ലേ. അപ്പൊ പുതിയ കൂട്ടുകെട്ടും പുതിയ ആളുകളും ആവുമ്പോ അവരുടെ സ്വഭാവം എല്ലാം ഇവരിൽ നമുക്ക് പ്രകടമായി കാണുന്നു എന്നതാണ് വസ്തുത. ഏതായാലും ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ല ആരാണ് ARCKP, എന്തായിരുന്നു എന്നുള്ളത്. ഇനി അതല്ല എന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് വരാം.
ARCKP റൂമിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ മൈക്കിൽ ഒന്ന് സംസാരിക്കാം. ഒരു തടസ്സവും ഇല്ല. ഞാൻ മൈക്ക് വിട്ടു.